കാന്ത ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ ചിത്രമാണ്. തമിഴ് ഭാഷയിലാണ് ഇത് വരുന്നതെങ്കിൽ പോലും ഇന്ത്യ മൊത്തം ഇത് കാത്തിരിക്കുകയാണ്. ഇന്നലെ പ്രിവ്യൂടെ വന്നതിന് ശേഷം ഇതിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ റാണ ദുഗ്പതി ഇതിന്റെ പ്രൊഡ്യൂസറോടാണ്, ദുൽഖറോട് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പടത്തിന് മുമ്പ് നല്ല സൗഹൃദമായിരുന്നു ദുൽഖറും നമ്മുടെ റാണ ദുഗ്പതി. പക്ഷേ പടത്തിന് ശേഷം ദുൽഖറിന്റെ വലിയൊരു ആരാധകനായി മാറി. അതിൽ തന്നെ അറിയാം ദുൽഖറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്, അല്ലെങ്കിൽ ദുൽഖറിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ടിൽ ദി ഡേറ്റ് ഈ സിനിമ ഇനി അങ്ങോട്ട് ചിലപ്പം അദ്ദേഹത്തിന്റെ ഗംഭീര പ്രകടനങ്ങൾ കാണാം. എന്തായാലും പ്രിവ്യൂ നമ്മൾക്ക് അറിയാം, എല്ലാവരും ചിലപ്പം ഗംഭീരം എന്ന് പറയും. പക്ഷെ നമുക്ക് ഒരുപാട് പേരെയും നോക്കുമ്പോൾ അറിയാം എന്തെങ്കിലും ഇവിടെയൊക്കെ പാളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, 1950-60കളിലെ കഥയാണ്, തമിഴ്നാട്ടിലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ കഥയാണ്. പക്ഷേ ഇതുവരെയും പറയാത്ത രീതിയിലൊരു നറേഷനാണ് സെൽവമണി സെൽവരാജിൻ്റെ. അതുപോലെ തന്നെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗംഭീര പാട്ടുകളാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ദുൽഖറിൻ്റെ അഭിനയ ചാതുര്യം, അതുപോലെ തന്നെ സമുദ്രകനി. നമുക്കറിയാം എല്ലാവരും ഗംഭീര ആക്ടേഴ്സിൽ വരുമ്പോഴത്തേന് അവരുടെ പെർഫോമൻസും നല്ല കഥയും ഒരു ത്രില്ലർ മൂഡിലാണ് സെക്കൻഡ് ഹാഫ് പോകുന്നതെന്നാണ് പറയുന്നത്. അന്നേരം പ്രിവ്യൂ ഇത്രയും വന്നപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ഗംഭീര സാധനമായിരിക്കും. ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമയും അത്യാവശ്യം ഗംഭീര കളക്ഷൻ നേടുന്നൊരു സിനിമ കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ മാർക്കറ്റ് ഇവിടെ അങ്ങ് നിൽക്കത്തില്ലെന്നുള്ള ഉറപ്പാണ്. കാരണം ദുൽഖർ ആസ് എ പ്രൊഡ്യൂസർ ലോകയൊക്കെ 300 കോടി, പക്ഷേ ആസ് എൻ ആക്ടർ ലക്കി ഭാസ്കർ, സീതാരാമൻ ഇഷ്ടംപോലെ സിനിമകളുണ്ട്. മലയാളത്തിൽ ഐ ആം ഗെയിമോടുകൂടി എനിക്ക് തോന്നുന്നു ഗംഭീര ഒരു തിരിച്ചറിവ് മലയാളത്തിൽ വരും. എന്തായാലും കാന്ത നാളെ കണ്ടിറങ്ങുമ്പോൾ മലയാളികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഗംഭീരം എന്ന് പറയുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം.